കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചായ എന്താ ചായ വേണ്ടേ? കുടിക്കച്ചാ. പിന്നെ പിള്ളേരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് ചുമ്മാ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടാ. ശിവയ്ക്ക് എല്ലാ കാര്യം അറിയാം. ഇനിയിപ്പൊ എല്ലാം അറിഞ്ഞോണ്ട് അവള് കൂട്ടു നിൽക്കുവാണല്ലോ. ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ശിവ അവൻ കൈവിട്ടുപോയി. ഇവിടെ ഇരിക്കാണ്. എന്തോന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി? ഞാൻ പോണു കേട്ടാ. ഞാൻ ജോലിക്ക് പോണവനാണ്, അതുകൊണ്ട് എന്റെ നമ്പർ ഒന്നും കൊടുത്ത് ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ ജീവിച്ച പൊക്കോട്ട്. ചേട്ടൻ കുറെ നേരമല്ല. ചേട്ടൻ ആരെ വിളിച്ചത്? എപ്പോഴാ വിളിച്ചത്? നമ്പർ കാണിക്കും. നമ്പർ ഞാൻ കഴിച്ചോ? ഒരാഴ്ച മുന്നത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്പർ ഞാൻ കാണിക്കും കേട്ടാ. എന്താടാ ഇത്? അച്ഛനും മക്കളും കൂടെ ചേർന്ന് ഇങ്ങനെ തുടങ്ങിക്കോളും തല്ലുപിടിച്ചു. നീ പെൺകുട്ടികളെ കാര്യങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധ പിള്ളേരെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കാൻ, ആമ്പളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ. ഈ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ പറയാമോ? പറഞ്ഞതൊക്കെ വിൽക്കാണ്ട് ഒന്നുകൂടെ പറയാമോന്ന്? എടി, നീ പെൺകുട്ടികളോട് കാണിക്കുന്ന ശ്രദ്ധ എന്തുകൊണ്ട് ആൺകുട്ടികളത് കാണിക്കുന്നില്ല? ഇവിടെ കാര്യങ്ങൾ കൈവിട്ട് പോയി, ക്യാഷ് പോയി. അല്ല, എന്ന് ഇവരാണ് തീരുമാനിച്ചത്, ഞാൻ അറിഞ്ഞില്ല. ഇവര് തീരുമാനിച്ചത്. ലച്ചു പറഞ്ഞ കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന്. കേള് എന്താടാ നിനക്ക് പറ്റിയത്? എനിക്കെന്ത് പറ്റാൻ? എന്താടി അല്ല അവന് പറ്റിയത്? അവനിനി പറ്റാനൊന്നുമില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിഞ്ഞിട്ട് അമ്മ അറിയാത്ത പോലെ പെരുമാറുമല്ലേ. ഞാൻ എന്താ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ പെരുമാറി? എന്തൊരു പറയണത്? അയ്യോ, ഞാൻ അധികം ഒന്നും പറയുന്നില്ല. അവസാനം ഞാൻ എന്തെങ്കിലും പറയും, ഇവര് രണ്ടുപേരും അടിയാവും. അവസാനം ആ കുറ്റം കൂടെ എന്റെ തലയിലാവും. അയ്യോ, നീ അധികം ഒന്നും പറയണ്ടല്ലോ. പറയണ ഒരെണ്ണം അങ്ങനെ ഇട്ട് പൊട്ടിച്ചാ മതിയല്ലോ. ബാക്കി നേരത്തെ ഒക്കെ പൊട്ടിക്കൊള്ളണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അടിയാവുന്നു. ഇതെന്താണ് ഇപ്പൊ സംഭവിക്കണം? എന്താണ്? കൊച്ചു പിള്ളേരല്ലേ, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചടിച്ചപ്പോ നീ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചാടേ. കേച്ചു തമാശ കൂടിയാണ്. സംഭവം ഒരു കൊച്ചു പിള്ളേരെന്നും പറഞ്ഞാൽ 1ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എടാ, നിനക്ക് അവിടെ സംസാരിക്കാൻ തോന്നി വഴിയിലും അമ്പലത്തിലും അവിടെ വെച്ച് സംസാരിക്കണ്ട. നീ നേരെ വീട്ടിൽ കൊണ്ടുപോവാ. ഇപ്പോൾ ഇവൾക്കാണെങ്കിൽ പ്രശ്നമില്ല. പണ്ടൊക്കെ നീ ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ടുവരുമ്പോ ചെറുപ്പത്തിൽ ഇവൾക്ക് ഭയങ്കര പ്രശ്നമായിട്ടൊക്കെ ആയിരുന്നു. മളവ് വന്നപ്പോ ശ്രദ്ധിച്ചാ നീ ഓക്കെയാണ്. നീ എപ്പോഴും കൊണ്ടുപോവാ. എന്തോ ആടാ കൊണ്ടുപോടാ, അവളെ കൊണ്ടുപോവാ. അവളെങ്ങനെ വീട്ടിൽ കയറിയാ നീ അവളെ തനി സ്വഭാവം അറിയും. ഞാനാ പറയുന്നത്. എല്ലാരും കൂടെ പറഞ്ഞു എവിടെ പോണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നുമില്ല. അച്ഛാ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവർ റിലേഷൻഷിപ്പ് ഈസ് ഡിവൈൻ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലവ് ആൻഡ് ഷെയറിംഗ് ആൻഡ് കെയറിംഗ്. രക്ഷിത കേശു ഇംഗ്ലീഷ് വരെ പറഞ്ഞു തുടങ്ങിട്ടാ. ഞാൻ പോണ്, പാവം കുറച്ചുമ്പോ കരയും. ഇംഗ്ലീഷ് പറഞ്ഞ പിന്നെ ശിവയ്ക്ക് ഓക്കെ ആണല്ലോ. ഞാനും പോന്ന്. അച്ഛാ, സത്യം പറയല്ല, ഇവരെ പറഞ്ഞതൊക്കെ മൊത്തം അർത്ഥ സത്യങ്ങളാണ്. കേശുവെ സെപ്പറേറ്റ് ഒന്ന് കാണേണ്ടി വരോട്ടാ നിന്നെ എനിക്ക്. കൊണ്ടുവരാൻ പറഞ്ഞോളെ പോണ്. നെറ്റിയിൽ പോലുള്ള വർണ്ണച്ചിറകുള്ള പക്ഷി. സ്വർണ്ണച്ചിറകുള്ള പക്ഷി. അതാണ് സ്വർണ്ണമായിരുന്നല്ലേ. പഠിച്ചു കഴിഞ്ഞാ എന്റെ ഇമേജ് തകർക്കണം. അത് മാത്രമല്ല, ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ ഇവിടെ അടി ഉണ്ടാക്കുന്നവരുടെ മെയിൻ ലക്ഷ്യം. അമ്മ, എന്റെ മുഖത്ത് നോക്കി എന്നാലും അച്ഛൻ അത് വിളിച്ചില്ലേ അമ്മ? എങ്ങനെ? ഷെയ്ം ഓൺ യു കേശു എന്ന് പറഞ്ഞില്ലേ അമ്മ? അച്ഛനത് തമാശക്ക് വിളിച്ചതായിരിക്കോളാ. സത്യം പറഞ്ഞ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടായിരിക്കില്ല അച്ഛൻ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അതേടാ, ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ കാത്തിരിക്കാണ് അച്ഛൻ ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കാൻ. ഇവിടെ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ അറിയാലോ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ബോൾ തട്ടണായിട്ട് തട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, നീ അതങ്ങ് വിട്ടുകളാ. അതും പിടിച്ചിരുന്നാൽ നിന്റെ കോൺസെൻട്രേഷൻ പോകും, നിനക്ക് പഠിക്കാൻ പറ്റില്ല. അമ്മ, ഇതത്ര വിട്ടുകളയാൻ പറ്റുന്ന സാധാരണ കാര്യമൊന്നുമല്ല. പിന്നെ ഈ പ്രശ്നം ഇവിടെ ആരുണ്ടാക്കിയാലും അവർക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഇതെന്നെ അങ്ങനെ തളർത്താൻ നോക്കണ്ട. ഞാൻ തളരില്ല. അതിന് നിന്നെ ആര് തളർത്തുന്നു കേശുവേ? പിന്നെ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നീ മേലെ എന്റെ ഫോൺ എടുത്ത് അനാവശ്യമായിട്ട് കളിക്കരുത് കേട്ടോ. എന്റെ സ്വഭാവം മാറും. പിന്നെ ശിവനെ നീ പന്ത് കിട്ടണോ? അയ്യോ ശിവ, അയ്യോ ഞാൻ വന്നോണ്ട് ചേച്ചി നിർത്തുന്നൊന്നും വേണ്ട. ചേച്ചി പറഞ്ഞോ? ചേച്ചി വേണ്ട, മിണ്ടാതിരുന്നോ, ഇത് അവസാനം പ്രശ്നമാവും. എന്ത് പ്രശ്നമാവും? ഒരു പ്രശ്നമാവുമ്പോഴല്ല. ചേച്ചി പറയൂ, എനിക്ക് കേൾക്കണമല്ലോ. ശിവ, ഇവര് പണ്ടേ ഒരുപാട് കൂട്ടുകാരികളുണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര ഇന്റിമസിയാന്നേ. പക്ഷെ അതൊന്നും നീ അറിയാൻ പാടില്ല. നിന്റെ മുമ്പിൽ ഇവന്റെ ജീവന്റെ ജീവൻ നീയാണ്. അതാണെങ്കിൽ ഈ പൊട്ടത്തിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തൂല. അലീന, ഫ്രാൻസിസ്, നയന, കോയന, പിന്നെ മാളു, മാളവിക, എന്തോന്നടേ ഇതൊക്കെ? അതാണ് ഇതൊക്കെ ആരാടാ? നീ ഇപ്പോഴും ഈ ചീള് കേസ് വിട്ടില്ലേ പിള്ളേരുടെ അടി? എടി, നമുക്ക് വേറെ പണിയൊന്നും. അയ്യോ ചേട്ടാ, ഞാൻ വിട്ടതാണ് ഇതൊക്കെ. ഇവനാണ് ചൊറിഞ്ഞോണ്ട് വന്നത്. ആണോ? മക്കളേടാ, കേശു ഒന്ന് പോടാ, അമ്മയ്ക്കിവിടെ പണിയുണ്ട്. വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, പോ. കമാൻഡ് ഇൻ ചീഫ് വന്നിട്ടുണ്ട്. അയ്യോ, നമ്മൾ വെറും കാഴ്ചക്കാരായി. നിങ്ങൾ നടക്കട്ടെ, നമ്മൾ കണ്ടോണ്ടിരിക്കാം.
അരെ കേശു ഭായ് തും ജാ വെറുതെ നിന്റെ അനിയത്തിന് മുമ്പിൽ നീ തോറ്റു യു ഗോ മാൻ ഗോ. കുറെ നേരം ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ പറയാനുണ്ടെന്ന് വെച്ചാ പറ, എനിക്ക് തിരിച്ചു പറയാൻ പറ്റും. ഞാനും നോക്കട്ടെ. ഞാൻ പറയാടാ. പറ. ഞാൻ പറയാം. ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാണ് ശിവേനെയാണ് മാളവികനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നീ പറയും ശിവേനാണ്. ശരി, സമ്മതിച്ചു, നിനക്ക് മാളവികയോട് ഒന്നും ഇഷ്ടമില്ല. പക്ഷെ എന്തോ ഒരു ഇഷ്ടമുണ്ട് താനും. പക്ഷെ ആ ഇഷ്ടമല്ല ശിവയോട് ഉള്ളതെന്ന് താനും. ചേട്ടൻ ചോദിച്ച ഇതേ ചോദ്യം ശിവയുടെയും മാളവികയുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചാണ്ടല്ലോ, കേശുവെ നിന്റെ മുട്ടടിക്കും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യും. അത് നിനക്ക് വലിയ പ്രശ്നവും. അതുകൊണ്ടാണ് ഞാനൊക്കെ മിണ്ടാതിരിക്കണത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, ഈ നാട്ടിൽ കിടക്കണ കണ്ട പെണ്ണുങ്ങളെ പേര് പറഞ്ഞു വീട്ടിൽ എന്തിനാ നീ അച്ഛ ഞങ്ങളല്ല അച്ഛ, ഇവനാണ് തുടങ്ങി വെച്ചത്. ഡേ നിന്ന് വേർക്കാതെ പോടേ, നീ പോവാതെ നോക്ക്. നീ ഞാൻ ഉണ്ടല്ലോ. പല്ലടിച്ച് താഴെയുടെ ഞാൻ അച്ഛനെ പോലെ എന്തെങ്കിലും പറയുമ്പോ ഞാനുണ്ടല്ലോ എന്ന് പറയും ചാടി വീണവൻ. നിർത്തിക്കോണം. ഉടായിപ്പ എന്റെ അടുത്ത് കാണിക്കരുത്. ഇറങ്ങിപ്പോടാ. തന്റെ പേര് ഇറങ്ങിപ്പടാ. മനസ്സിലായി? ഇത് പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല. ശിവവാടി. എന്താ നീങ്ങ വന്നേ? ശിവ എങ്ങോട്ടും വരാൻ പോകുന്നില്ല കേട്ടോ. നീ ഓരോരുത്തരും ഓരോ സമയം കൂടി കൈ കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഞാനത് കേട്ടോണ്ടിരിക്കണ. എനിക്കെന്താ പ്രാന്താ? നിന്റെ ഒരു പൊടി മീശയും മുണ്ടും നോക്കിക്കോ മോനെ. കേശു നാട്ട് റോട്ടി വെച്ച് നിന്റെ മുണ്ട് ഞാൻ ഇടിഞ്ഞിരിക്കും. ശിവയാ പറയുന്നേ. ശിവ? ആ ശിവ തന്നെ. നീ കൊറേ കാണിച്ചില്ലേ, ഇനി ഞാൻ കുറച്ച് കാണിക്കണം. നീ നിന്ന് കാണി കേട്ടാ. ഈ മുട്ടയെ നടിക്കാത്ത പിള്ളേരെല്ലാം എന്നാ മാനം കിടത്തോടെ നാട്ടോട്ട് വെച്ച് മുണ്ടുരിയാ എന്താ കട നിനക്ക് ഞാൻ തന്നിരിക്കും. ശിവയുടെ അവസ്ഥ ശിവവാടി മക്കളാടി. എന്തോന്നാടേ, ശിവയ്ക്ക് വിഷമാവൂലേ? മൂട്ടി കൊടുക്കണം എന്റെ കളക്ടറാണ് ചെറുക്കനാണ്. ആ ഇങ്ങനെ പോയാൽ കളക്ടറാവും. ലക്ഷായി